നാടെങ്ങും ഓണത്തിൻ്റെ ഉത്സവാന്തരീക്ഷത്തിലാണ്. നഗരത്തിൽ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ നഗരമധ്യത്തിൽ തന്നെയുണ്ട് മറ്റൊരു കാഴ്ച. ഈ സമരപ്പന്തലിലാണ് ഇവരുടെ ഓണം. അന്തിയുറങ്ങാൻ ഒരു മണ്ണിന് വേണ്ടിയുള്ള സമരമാണ്. ഞങ്ങൾക്ക് സുപ്രീം കോടതി വിധി പ്രകാരം കേന്ദ്ര സർക്കാർ അനുമതി ലഭിച്ച നിഷിദ്ധ വനഭൂമി ഫ്ലോട്ട് തിരിച്ച് ആദിവാസികൾക്ക് വിതരണം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് ഞങ്ങളെ കയ്യിലേക്ക് തരാൻ എന്താണ് ഗവൺമെന്റിന് തടസ്സം എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. മറവ് ചെയ്യാൻ 6 അടി മണ്ണും അന്തിയുറങ്ങാൻ നല്ലൊരു വീടുമെന്ന മുദ്രാവാക്യം എഴുതിയ ബോർഡിന് താഴെ 100 ദിവസങ്ങളും പിന്നിട്ടിരിക്കുന്ന സമരം. നിലമ്പൂരിലെ 1ാം ഭൂസമരത്തിന് പിന്നാലെയുണ്ടാക്കിയ ഒത്തുതീർപ്പ് വാഗ്ദാനങ്ങൾ കളക്ടർ പാലിക്കണമെന്നാവശ്യപ്പെട്ട് തുടങ്ങിയതാണ് സമരം. ബിന്ദു വയലാശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള സമരത്തിന്റെ 100ാം ദിവസം അത്തം നാളിലായിരുന്നു. ഈ പ്രാവശ്യം ഓണം ഞങ്ങൾ ആഘോഷിക്കണമൊന്നുമില്ല. പക്ഷെ ഞങ്ങളുടെ ഇവരെ ഈ സമരപ്പന്തലിരിക്കുന്ന അമ്മമാരും അച്ഛന്മാരെയും കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരത്തിന് ഞങ്ങളെ നാട്ടുകാരൊക്കെ ഈ അറിഞ്ഞും കേട്ടും വന്നുങ്ങാണ്ട് സഹായിക്കുന്നുണ്ട്. ആ സഹായം കൊണ്ട് അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ ഞങ്ങളെ ഓണത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾക്കുള്ളത്. നിലമ്പൂർ ബ്ലോക്കിലെ 60 കുടുംബങ്ങൾക്ക് ഭൂമി കിട്ടാൻ വേണ്ടിയുള്ള സമരം. സമരക്കാരുടെ താമസവും ഭക്ഷണപാചകവും പന്തലിൽ തന്നെ. ഓരോ ദിവസവും 20 പേരോളം മാറി മാറി സമരമിരിക്കും. ദിവസവും രാവിലെ മുതൽ രാത്രി വരെ ഐക്യദാർഢ്യവുമായി ആൾക്കാരെത്തുന്നുണ്ട്. ശാശ്വത പരിഹാരം വിദൂരമാണ്. എങ്കിലും ഓണപ്പൂക്കളത്തിലെ പൂവുകൾ പോലെ പ്രതീക്ഷകൾ കെടാത്ത സമരാവേശമാണ്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.